എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലന്റെ ഗോമതിയുടെ അടുത്ത ആഴ്ചയിൽ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തില് ബാലൻ വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുവാണ്. കടയൊക്കെ അടച്ച് വീട്ടിലേക്ക് വന്നപ്പോ ആകാശം നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ആകാശനെ വിളിക്കുവാണ്. ആകാശനെ വിളിച്ചിട്ട് ചോദിച്ചു, നീ ആ മസാലക്കട പോയായിരുന്നു ചോദിക്കണം. പോയച്ചാന്ന് പറയാം. എന്നിട്ട് നീ എന്താടാ എന്നോട് പറയായിരുന്നെന്ന് ചോദിക്കും. അത് പിന്നെ അച്ഛനോട് പറയാൻ ഞാൻ മറന്നുപോയെന്നൊക്കെ പറയാ. എടാ പറയാൻ മറന്നുപോയിട്ട് നീ ഇവിടെ വന്ന് എന്തെടുക്കുമായിരുന്നൊക്കെ ചോദിക്കും. അല്ല അത് പിന്നെ അച്ഛാ ഞാൻ കൂടുതലൊന്നും പറയണ്ട, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, പറഞ്ഞ ജോലികൾ പോലും നിനക്ക് ചെയ്യാൻ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയണം. അല്ലച്ചാ അവിടെ പോയിട്ട് ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു. അവിടുന്ന് ലോഡ് കയറ്റി വിട്ടിട്ടുണ്ട്. അത് മാത്രമല്ല എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് ഗോഡൌണിൽ കൊണ്ട് ആക്കിയെന്നൊക്കെ പറയണം. ഇതെല്ലാം കേട്ടിച്ചപ്പം ബാലനൊന്ന് നോക്കി ആകാശിനെ. പിന്നീട് പറഞ്ഞു, അല്ല അതിന്റെ പണം കൊടുത്തോന്ന് ചോദിക്കുകയാണ്. പൈസ കൊടുത്തില്ല, അത് അച്ഛൻ കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അച്ഛൻ്റെ അടുത്ത് വന്ന് വാങ്ങിച്ചോളാന്ന് അയാൾ പറഞ്ഞെന്ന് പറയാം. ഓ അങ്ങനെയാണോ, അയാൾ എപ്പോ വരുമെന്ന് പറഞ്ഞേ? അല്ല 10 മണിയാകുമ്പോ വരാന്നാ പറഞ്ഞേ നാളെ. ഓഹോ, അപ്പൊ ഇത്ര സമയമായിട്ട് നീ എന്നോട് പറഞ്ഞില്ല. ഇപ്പൊ ഞാനിത് നിന്നോട് ചോദിച്ചില്ലായിരുന്നെങ്കിൽ ഈ കാര്യം ഞാൻ അറിയില്ലായിരുന്നു. നാളെ 10 മണിക്ക് വന്നു കഴിയുമ്പോ ഞാൻ ആ സമയത്ത് കടയിലില്ലെങ്കിലോ അയാൾ വന്നിട്ട് വെറുതെ തിരിച്ചു പോയില്ലേ? അപ്പൊ ആരാ കുറ്റക്കാരനാന്നേ? ഞാൻ കുറ്റക്കാരനാവൂല എന്ന് ചോദിച്ചോണ്ട് ഒരു കാരണമില്ലാത്ത പോലെ ബാലം ചീത്ത പറയാണ്. ഇത് കേട്ടപ്പം ആകാശിന് സങ്കടമായി. മീനാക്ഷി ഇങ്ങനെ നോക്കുകയാണ്. മീനാക്ഷിക്ക് വിഷമായി. പിന്നീട് ആനന്ദിനോട് ചോദിച്ചു, എടാ നിന്റെ അടുത്ത് ഒരു പയ്യൻ ജോലി നോക്കി വന്നെന്ന് പറഞ്ഞില്ലായിരുന്നോ? എന്നിട്ട് അതിന്റെ കാര്യം എന്നായെന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പം ആനന്ദ് പറഞ്ഞു, അവന് ഞാൻ ജോലി വാങ്ങിച്ചു കൊടുത്തച്ചാ. എന്റെ ഫ്രണ്ടിന്റെ ഒരു കടയുണ്ടായിരുന്നു, അവിടെ വാങ്ങിച്ചു കൊടുത്തെന്ന് പറയാം. അങ്ങനെ വേണം ആൺകുട്ടികളെ, കണ്ടില്ലേ? ഒരു ഇതില്ലാത്ത പക്ഷേങ്കിൽ ഒരു ഛേദമില്ലാത്ത ഉപകാരം അവൻ ചെയ്ത കണ്ടോ? അങ്ങനെ വേണം കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടു ചെയ്യണം. അല്ലാതെ ഇവനെ പോലെയൊന്നും അല്ല, ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറന്നുപോയി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻ ചീത്ത പറയാണ്. ഈ സമയം ഗോമതി തിരിഞ്ഞ്, മതി ബാലേട്ടാ, അവന്റെ കാര്യങ്ങളൊക്കെ വൃത്തിയായി ചെയ്തല്ലോ, പിന്നെ എങ്ങനെ ചീത്ത പറയേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കാം. നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻ അങ്ങോട്ട് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോവാണ്. പിന്നീട് പിറ്റേ ദിവസമായി മിത്രയും മീനാക്ഷിയും പോകാനായിട്ട് തുടങ്ങണം. അപ്പം മിത്ര ക്ലാസ്സിലേക്ക് പോകാനും മീനാക്ഷി ഓഫീസിലേക്ക് പോയിട്ട് ഇറങ്ങുവാണ്. അപ്പോഴത്തേക്കും ഗോമതി കൊണ്ടാളെ ചോറൊക്കെ എടുത്തോണ്ട് വന്ന് കൊടുക്കുവാണ്. ഈ സമയത്ത് അമ്മയുടെ മുഖം എന്താ വല്ലായിരിക്കണമെന്ന് ചോദിക്കുക. ഒന്നുമില്ല, എന്തോ കാര്യമായിട്ടുണ്ടല്ലോ, എന്നെ അടുക്കളയിലേക്ക് പോലും കയറ്റുന്നില്ലെന്ന് പറയാം. നല്ല കാര്യമായി, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലേ അധികം വൈകാതെ കണ്ടോ ശ്രീദേവിയടുത്തെ അടുക്കള സ്ഥാനം ഉറപ്പിക്കും, അമ്മയുടെ സ്ഥാനം പുറത്തായിരിക്കും. ഇപ്പൊ തന്നെ കണ്ടില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, അമ്മയ്ക്ക് എന്തെങ്കിലും സ്ഥാനമുണ്ടോ അടുക്കളയിൽ? ഒരു സാധനത്തെ അമ്മേനെ കൊണ്ട് തൊടിയിപ്പിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതെടുക്കരുത് ഇതെടുക്കരുത് അടുക്കളയിലേക്ക് എന്നാ പറയും. അമ്മ പോയി റെസ്റ്റ് എടുത്തോ. ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ അമ്മേനെ കൊണ്ട് വിളമ്പി കൊടുക്കാൻ സമ്മതിക്കൂല. അച്ഛന്റെ കാര്യങ്ങൾ വരെ ശ്രീദേവി അടുത്തല്ലേ നോക്കണേ. ഇങ്ങനെ വന്നാ പിന്നെ അമ്മ വെറും പുറമ്പോക്കാവെന്ന് പറയണം. ഇത് കേട്ടതും ഗോമതി ഒന്ന് ആലോചിച്ചു, സത്യമാണല്ലോ ഇവര് പറയണെന്നൊക്കെ. പിന്നീട് മിത്ര പറഞ്ഞു, അതെ അപ്പച്ചിക്കാണെങ്കിൽ ഇപ്പൊ തന്നെ ടെൻഷനായി തുടങ്ങിയെന്ന് തോന്നുന്നു മീനാക്ഷി ചേച്ചി എന്ന് പറയാം. പിന്നെ ടെൻഷൻ എങ്ങനെ ആവാതിരിക്കും? അതുപോലെയുള്ള കാര്യങ്ങളല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നേ. പദവിയിലും വിവരേതുമായിട്ട് ഇതിനു മുമ്പൊന്നും ഇല്ലാത്ത പ്രകടനങ്ങളൊക്കെയാണല്ലോ കാഴ്ചവെക്കണമെന്നൊക്കെ പറയാണ് ശ്രീദേവി അടുത്തി. ഇത് കേട്ടതും ഗോമതി പറഞ്ഞു, ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യാനാന്ന് ചോദിക്കുക. എന്ത് ചെയ്യാനാ? അടുക്കള സ്ഥാനം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ വീട്ടിൽ ഒരു സ്ഥാനം ഇല്ലാതാവൂന്ന് പറയണം. ഇത് കേട്ടപ്പം ഗോമതി പറഞ്ഞു, അങ്ങനെ ഞാൻ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല, എന്ത് ചെയ്യണം എന്നറിയാന്നൊക്കെ ഗോമതി പറയാണ്. കണ്ടോ, ഇന്ന് അവള് ചോറും കൊണ്ട് പോവുകയാണെങ്കിൽ അവൾക്കൊട്ടൊരു പണി ഞാൻ കൊടുക്കും. ഞാൻ ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറയാം. ഗോമതിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ശ്രീദേവി എന്നും ചോറും കൊണ്ട് പോന്നേ. ബാലൻ ഉച്ചയ്ക്ക് വീട്ടിൽ വന്ന് കഴിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് കുറച്ചേരം സംസാരിക്കാനും ഒന്ന് റിലാക്സ് ആകാനും സമയം കിട്ടുമായിരുന്നു. പക്ഷെ അതും കൂടെ ശ്രീദേവി കാരണം മുടങ്ങി. അതൊക്കെ ഓർക്കുമ്പോൾ ഗോമതിക്ക് സഹിക്കാൻ പറ്റുമോ? അതിന് ശ്രീദേവി പറയുന്ന കാര്യങ്ങളോ ഓരോ മുട്ടായത്തെ ന്യായങ്ങളോ ശ്രീദേവി പറയുന്നത്. അത്രയും ദൂരം വെയിൽ കൊണ്ട് വരണം അങ്ങനെ എങ്ങനെയാന്നൊക്കെ ഗോമതിക്ക് സഹിക്കുന്നില്ലായിരുന്നത്. ഗോമതി പറഞ്ഞു, ഇന്ന് നിങ്ങൾ വരുമ്പോൾ കണ്ടോ, ഇവിടെ അടുക്കള ഭരണമൊക്കെ ഞാൻ ഏറ്റെടുത്തിരിക്കും, ഞാനാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ഇനി തീരുമാനിക്കുന്ന പറയാം. ഇത് കേട്ടതും മീനാക്ഷിയും മിത്രയും കൂടെ ചിരിക്കുക. നടന്നാ തന്നെ നമുക്ക് കാണാന്നൊക്കെ പറയാണ്. പിന്നീട് ഗോമതി അന്നാ നമുക്ക് കാണാന്ന് പറയാം. പിന്നീട് പതിവ് പോലെ തന്നെ ഉച്ചയ്ക്ക് ചോറും കൊണ്ട് പോകാനായിട്ട് ശ്രീദേവി ഇറങ്ങാൻ തുടങ്ങുവാണ്. ഈ സമയത്ത് ഗോമതി എന്നിട്ട്, നീ എങ്ങോട്ടാന്ന് ചോദിക്കുക. അതെന്തു ചോദ്യമേ, ഞാൻ ചോറും കൊണ്ട് പോവാന്ന് പറയണം. അതെ, നീ ചോറ് കൊണ്ടേ കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയും. അതെന്ത് വർത്താനമ്മ പറയണേ, ഞാൻ ചോറൊക്കെ എടുത്തു വെച്ചെന്ന് പറയും. ഒരു കാര്യം ചെയ്യ, നീ ആനന്ദിനും ഉണ്ടെ കൊടുത്തോ, പക്ഷെ ബാലേണ്ണനും ഉണ്ടെ കൊടുക്കേണ്ട കാര്യമില്ലെന്ന് പറയും. നീ നിന്റെ ഭർത്താവിന്റെ കാര്യം നോക്കിയാൽ മതി എന്ന് പറയണ. ഇത് കേട്ടപ്പോ ശ്രീദേവി പറഞ്ഞു, അമ്മ എന്ത് വർത്താനമ്മേ പറയണേ, ഇങ്ങനൊന്നും പറയില്ലെന്ന് പറയണം. എന്താ അങ്ങനെ പറഞ്ഞാല്? ഞാൻ അത്രടം വരെ പോയിട്ട് ബാലച്ചന് ചോറ് കൊണ്ടേ കൊടുക്കാതെ എങ്ങും പോന്നിട്ടുണ്ടെങ്കിൽ ബാലച്ചൻ എന്ത് വിചാരിക്കുന്നു ചോദിക്കുക. ഒന്നും വിചാരിക്കാൻ പോണില്ല.
ബാലേട്ടൻ ഇവിടെ വന്ന് കഴിച്ചോളും. അമ്മ ഈ പൊരിഞ്ഞ വെയിലത്ത് വരണ്ടേ? ഇത്രയും കാലമേ ഈ വെയിലും കൊണ്ട് തന്നെ ബാലേട്ടൻ ഇങ്ങോട്ട് വന്നോണ്ടിരുന്നേ. നീ വന്നിട്ട് ഇപ്പൊ ഇത്ര ഒരാഴ്ചയല്ലേ ആയുള്ളൂ. ഇതിനു മുമ്പ് ബാലേട്ടൻ ചെയ്തോണ്ടിരുന്നത് എങ്ങനെയാന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ കൊണ്ടോണ്ട. നീ വേണേ കൊണ്ട് കൊടുത്തിട്ട് പോരാൻ പറയണം. അത് മോശമല്ലേ? രാമേട്ടനാണെങ്കിലും ധർമ്മമാമനാണെങ്കിലും എല്ലാരും കാത്തിരിക്കല്ലേ. വേണ്ട, ഞാൻ വിളിച്ചു പറഞ്ഞാൽ ഇന്ന് അവള് ചോറും കൊണ്ട് വരത്തില്ല. ബാലേട്ടനോട് ഇവിടെ വന്ന് കഴിച്ചോളം പറയാം. അത് മോശമായിട്ടുള്ള കാര്യമല്ലേ? ഒരു മോശമില്ലെന്ന് പറയണം. പിന്നെ ശ്രീദേവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പോകുകയും വേണം, അമ്മ തടയുകയും ചെയ്തു. ആകെപ്പാടെ നിന്ന് ഇഷാണാറ വരയ്ക്കുകയാണ്. പിന്നീട് ശ്രീദേവി അടുത്ത ഇടപെടുത്തു. ഒരു കാര്യം ചെയ്യാം, ഞാൻ ബാലച്ചനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ചോറും കൊണ്ട് വരണോ വേണ്ടിയെന്ന് ബാലച്ചനോട് ചോദിക്കാന്ന് പറയാം. അതിപ്പോ എന്തിനാ നീ ബാലേട്ടനെ വിളിക്കുന്നത്? ഞാൻ വിളിച്ചു നോക്കാന്ന് പറയല്ല, പെട്ടെന്ന് വിളിക്കുകയും ചെയ്തു. പിന്നീട് ബാലൻ ചോദിച്ചു, എന്താ ദൈവമേളെ വിളിച്ചെന്താന്നൊക്കെ ചോദിക്കുകയാണ്. അത് പിന്നെ ബാലച്ച, ഞാൻ ചോറും കൊണ്ട് വരുന്നോണ്ട് ബാലച്ചൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്ന് ചോദിക്കും. എന്ത് ബുദ്ധിമുട്ട്? എന്ത് ബുദ്ധിമുട്ടാ ഉള്ളതെന്ന് ചോദിക്കുകയാണ്. അല്ല, ഇനിയിപ്പം ദേവമോൾക്കും വല്ല ബുദ്ധിമുട്ടുണ്ട്? എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ല, ഞാനിത് ചോറും കൊണ്ട് വരണമെന്ന് ചോദിക്കും. അതെന്ത് പറ്റി? ബുദ്ധിമുട്ടായെങ്കിൽ വേണ്ട. അല്ല, ഇത്രയും ദിവസമാണെങ്കിൽ മോള് കൊണ്ടിരുന്നോണ്ട് പിന്നെ എളുപ്പമുണ്ടായിരുന്നു. അത്രയും കാര്യങ്ങളും കൂടെ കടയിൽ നടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് സമയം റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു പറയണം. പിന്നെ വേർത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും വരവും പോക്കും ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ പറയണം. ഇതെല്ലാം ഗോമതി കേൾക്കുന്നുണ്ടായിരുന്നു. ഗോമതി ഇങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്. കാരണം ഇത്രയും കാലം തന്നെ ആ കടയുടെ പരിസരത്തേക്ക് പോലും അടുപ്പിച്ചിട്ടില്ല. താനെങ്ങാനും ചെന്നിട്ടുണ്ടെ പോലും തന്നെ ഓടിക്കുന്ന. ഇപ്പൊ കണ്ടില്ലേ ബാലേട്ടൻ പ്ലേറ്റ് മാറ്റിയിരിക്കുന്നേ. അതൊക്കെ ഓർത്തപ്പോ ഗോമതിക്ക് നല്ല ടെൻഷനായി. പിന്നീട് ശ്രീദേവി പറഞ്ഞു, അതെ അതറിയാൻ വേണ്ടി ബാലച്ച. അല്ല, മോൾക്ക് ബുദ്ധിമുട്ടാണ്, കൊണ്ടുവരുന്നൊന്നും വേണ്ടാന്ന് പറയേ. എനിക്ക് എന്ത് ബുദ്ധിമുട്ട്, ഞാൻ കൊണ്ടുവന്നോളാന്നൊക്കെ പറയാണ്. അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് പറഞ്ഞു, കണ്ടില്ലേ ബാലച്ചൻ പറഞ്ഞേ എന്നോട് ചോറും കൊണ്ട് ചെല്ലാനായിട്ട്. ഞാൻ ചോറും കൊണ്ട് പോവാന്ന് പറഞ്ഞിട്ട് ചോറ് കൊടുത്തോണ്ട് ഒറ്റ പോക്കായിരുന്നു. ആകെപ്പട ഗോമതിക്ക് മുഖത്തടിയേറ്റവലെ പോയി. എന്ത് ചെയ്യണം എന്നറിയത്തില്ലായിരുന്നു. പിന്നീട് ചോറൊക്കെ കൊണ്ട് കൊടുത്തതിന് ശേഷം ശ്രീദേവി നേരെ വീട്ടിലേക്ക് ചെല്ലുവാണ്. അപ്പൊ പറയാതെ അങ്ങോട്ട് ചെല്ലുന്ന ആ സമയത്ത് അവിടെ ആ ശ്രീവിദ്യ ഫുഡ് കഴിച്ചോണ്ടിരിക്കുക. അപ്പൊ കറികളും കാര്യങ്ങളൊന്നും കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. അതിന് ശ്രീവിദ്യ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ശ്രീകലേനെ. നല്ലൊരു കറി കൂട്ടി കഞ്ഞി കുടിച്ചിട്ട് എത്ര നാളായെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോഴാണ് ശ്രീദേവിയുടെ വരവങ്ങോട്ട്. പിന്നീട് ശ്രീദേവി ചിദന്തമ്മ കറിയൊന്നും ഇല്ലാതെ കഞ്ഞി കുടിക്കണമെന്ന് ചോദിച്ചപ്പം പറഞ്ഞു, ഇത് തന്നെ ഈ കഞ്ഞി ഉണ്ടാക്കാൻ തന്നെ വിടുന്ന പാട് ഞങ്ങൾക്കറിയാന്ന് പറയണം. അപ്പോഴാണ് ഇനി കറി. ഇങ്ങോട്ട് വരുവാന്ന് അറിയത്തില്ലായിരുന്നു, അല്ലെങ്കിൽ ചോറൊക്കെ പൊതി കെട്ടിക്കൊണ്ട് വരായിരുന്നു പറയാം. ഇത് കേട്ടപ്പം ശ്രീകല പറഞ്ഞു, നീ എന്തു വർത്താനാ പറയണേ? എങ്ങാനും അവര് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ പരൊരു നാണക്കേട് വേറെ ഉണ്ടോ? അതിന്റെ കാര്യമൊന്നും ഇല്ലെന്ന് പറയണേ. പിന്നീട് വിശേഷങ്ങളൊക്കെ ചോദിക്കാനിടയ്ക്ക് പറഞ്ഞു, അതെ എനിക്ക് അവിടെ കുഴപ്പമൊന്നും ഇല്ലമ്മേ. പക്ഷെ ഉണ്ടല്ലോ അമ്മേ, മിത്ര മീനാക്ഷി ഇച്ചിരി മുറ്റാന്ന് പറയണേ. മുറ്റോ? അതെന്താ? അത് വേറൊന്നുമില്ല, ഞാൻ ചെയ്യുന്ന ഒന്നും അവർക്ക് ഇങ്ങ് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയണ. അവരെല്ലാം ഒറ്റ കെട്ടാന്ന് പറയണ. ഓഹോ, അപ്പൊ എന്റെ മോൾ ഒറ്റയ്ക്ക് അവിടെ? അതേന്നേ, ഞാൻ അടുക്കള കയറി ഉണ്ടാക്കുന്നതൊക്കെ അമ്മയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ബാലച്ചനും ആനന്ദനും ഒക്കെ ചോറ് കൊണ്ടുപോകുന്ന സമയത്ത് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, എന്തിനാ ചോറ് കൊണ്ടുപോകുന്നേ, ചോറ് കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറയണം. പിന്നീട് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകല പറഞ്ഞു, മോളെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു കാരണവശാലും അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നീ വെറുതെ തള്ളിക്കളയില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി പറഞ്ഞു, ആന്തമ്മ അങ്ങനെ പറഞ്ഞേ, നിനക്ക് എപ്പോഴും അവിടെ ഒരു പിടി ഉണ്ടായിരിക്കണം എന്ന് പറയണം. അവരെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുവാന്നല്ല പറഞ്ഞേ. ഒരു കാരണവശാലും അങ്ങനെ ആവരുത്. അവരെ തമ്മിൽ പിരിക്കണമെന്ന് പറയണം. പിരിക്കാനാ? അതെ, അതിന് വേണ്ടുന്ന എന്താന്ന് വെച്ചാൽ നീ ചെയ്യണമെന്ന് പറയാം. അമ്മ അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറയണം. മോളെ അത് ആപത്താ, നിനക്ക് അറിയാലോ. ഇപ്പൊ തന്നെ കണ്ടില്ലേ ഗോമതി അവരൊക്കെ ഒറ്റക്കെട്ടാണ്, നിന്നെ ഒറ്റപ്പെടുത്തുമല്ലേ. അതൊരു കാരണവശാലും അങ്ങനെ ആവില്ലെന്ന് പറയണം. നിനക്ക് അവിടെ ഒരു പിടിച്ചുവെപ്പ് ഉണ്ടാവണം. അറിയാലോ, നീ ഒറ്റപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം കൂടെ അറിഞ്ഞ പിന്നെ ഒരു രക്ഷയില്ല, നിന്റെ ജീവിതം തകർന്നു പോകും. അതൊന്നും പാടില്ല എന്ന് പറഞ്ഞ് കുറെ ഉപദേശിക്കുന്നൊക്കെ ഉണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ശ്രീദേവിക്ക് ആകെപ്പാടെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് വൈകുന്നേരം മീനാക്ഷി ജോലിയൊക്കെ കഴിഞ്ഞ് വരുവാണ്. ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് മിത്രയും അനുസരയും ഗോമതിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മീനാക്ഷി വൈകുന്നേരം വന്നപ്പോൾ പലഹാരമൊക്കെ ആയിട്ടാ വരുന്നേ. അങ്ങനെ പപ്സും കട്ലൈറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കൊണ്ടുവന്ന് അനുസരയിലേക്ക് കൊടുക്കുകയാണ്. അനുസരിക്ക് ഭയങ്കര സന്തോഷമായി. കടയിൽ നിന്ന് കൊണ്ടുവന്ന് പലഹാരമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നീട് ചോദിച്ചു, അല്ല ശ്രീദേവി ചേച്ചി ഇവിടെ ഇല്ലെന്ന് ചോദിക്കും. എന്താ അങ്ങനെ ചോദിച്ചതിന് മിത്ര ചോദിക്കാം, അല്ല ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ പറന്നു വന്നേരം കടപ്പലകാരം വേണേ തിന്നണ്ടെന്നൊക്കെ പറഞ്ഞോണ്ട് എന്നൊക്കെ പറയണം. അങ്ങനെ പറഞ്ഞ് തീരുമല്ല, ശ്രീദേവി വന്ന് ഒരുമിച്ചായിരുന്നു. പെട്ടെന്ന് ശ്രീദേവി എന്നിട്ട് ചോദിച്ചു, അല്ല ഇതെന്താ കടയിൽ നിന്ന് പലഹാരം മേടിച്ചോണ്ട് വന്നു എന്ന് ചോദിക്കും. അതെ. അല്ല എന്തിനാ ഈ കടയിൽ നിന്ന് പലഹാരം മേടിച്ചോണ്ട് വരുന്നതെന്ന് ചോദിക്കുക. അത് പിന്നെ വല്ലപ്പോഴും മേടിച്ചു നിർത്താൻ എന്താ കുഴപ്പമിരിക്കണമെന്ന് ചോദിക്കും. അതിന് വല്ലപ്പോഴും മേടിക്കേണ്ട കാര്യമുണ്ടോ? ഇവിടെ ഉഴുന്നും പരിപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലേ, ഇവിടെ ഉണ്ടാക്കാലോ, പിന്നെ എന്താണ് ഇത്ര പൈസ കൊടുക്കണേന്ന് ചോദിക്കാം. അവസാനം ഗോമതി പറഞ്ഞു, അവർക്കും ജീവിക്കണ്ടേ, നമ്മളെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കടക്കാരെന്ത് ചെയ്യുമെന്ന് ചോദിക്കാം. ഇത് കേട്ടതും ശ്രീദേവി ഒന്ന് നോക്കി ഗോമതിനെ. പിന്നീട് വെച്ച് ഇതിനൊക്കെ എത്ര രൂപയായെന്ന് മീനാക്ഷിയോട് ചോദിക്കാം. മീനാക്ഷി പറഞ്ഞു, അതൊന്നും എനിക്കറിയത്തില്ല, എല്ലാം ഒരു അഞ്ചെണ്ണം വെച്ചങ്ങ് മേടിച്ചെന്നൊക്കെ പറയണം.
ഓഹോ, അപ്പൊ മൊത്തം എത്ര രൂപയെ? 200 രൂപയായെന്ന് പറയാം. അയ്യോ, 200 രൂപയോ? ഒരു ദിവസം 200 രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസം എത്ര രൂപയായി എന്നൊക്കെ പറയാണ്. ഇത് കേട്ടപ്പോ അനുസരി പറഞ്ഞു, എന്നും മേടിക്കുന്നില്ലോ, വല്ലപ്പോഴല്ലേ ഒന്ന് മേടിക്കുന്നുള്ളൂ എന്ന് ചോദിക്കാം. എന്നാലുവേ ഒരു ഡെയിലി ഒന്ന് കൂട്ടി നോക്കിയേ, 200 രൂപ വെച്ച് ഒരു മാസം, പിന്നെ ഒരു വർഷം, അങ്ങനെ അങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്യുവാണ്. ഒരു വർഷം 72,000 രൂപ അങ്ങനെയൊക്കെ അങ്ങോട്ട് പറയുവാണ്. അവസാനം പറഞ്ഞു, ദൈവമേ, ഒരു 2-3 വർഷം കൊണ്ട് ഒരു ഒരു 2 സെന്റ് സ്ഥലം മേടിക്കാനുള്ള പൈസ ഉണ്ടായിരുന്നു പറയണം. ഇത് കേട്ടപ്പോ മീനാക്ഷി ഒന്ന് ശ്രീദേവിനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, അല്ല ശ്രീദേവി ചേച്ചിയുടെ വീട്ടിലൊന്നും മേടിക്കില്ലായിരുന്നു ചോദിക്കുകയാണ്. എന്റെ വീട്ടിലൊന്നും മേടിക്കാറില്ലെന്ന് പറയണം. അതെന്താ? ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ പുറത്തൊന്നും മേടിക്കാൻ ഇഷ്ടമില്ല, പിന്നെ വെറുതെ എന്തിനാ പൈസ കളയണമെന്ന് ഓർത്തുണ്ട്. ഓ, അപ്പൊ അങ്ങനെയാണല്ലേ. അങ്ങനെയാണ് ശ്രീദേവി ചേച്ചിയുടെയൊക്കെ വീട്ടില് എന്തായിരിക്കും അവസ്ഥ? ഒത്തിരി കാലമായ പുറത്തൊന്നും മേടിച്ചിട്ട്. അതെ, ഒരു 10 വർഷമെങ്കിലും ആയി കാണുമെന്ന് പറയാം. അപ്പൊ മീനാക്ഷി ഇങ്ങളെ കണക്ക് കൂട്ടി. 10 വർഷം പുറത്തുനിന്ന് പലഹാരം മേടിക്കാതിരിക്കുക. അപ്പൊ ഒന്ന് കണക്ക് കൂട്ടിക്കേ. ഇവിടെ 2 സെന്റ് സ്ഥലം മേടിക്കാനുള്ള പൈസ ആയിരുന്നെങ്കിൽ ഇപ്പൊ ശ്രീദേവി അടുത്തൊരു വീട്ടില് ഒരു 3-4 സെന്റ് സ്ഥലം മേടിക്കാനുള്ള പൈസ ഉണ്ടായി കാണും അല്ലേ? അപ്പൊ ആ 4-5 സെന്റ് സ്ഥലം എവിടെയാ മേടിച്ചിട്ടിരിക്കണമെന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഒരു നിമിഷം അന്തം വിട്ടുപോയി ശ്രീദേവി. അടിച്ച ഗോള് തിരിച്ചടിക്കുവാണ്. ശ്രീദേവി പറഞ്ഞു, അല്ല അത് പിന്നെ ഞാന് അല്ല എവിടെയെങ്കിലും സ്ഥലം മേടിച്ചിട്ടുണ്ടോന്ന് ചോദിക്കും. അതിന് എനിക്ക് ജോലിയൊന്നും ഇല്ല മേടിച്ചോണ്ട് എല്ലാനായിട്ട്, അതുകൊണ്ട് ഞാൻ മേടിക്കാത്തെന്ന് പറയാം. ഓ, ജോലി ഇല്ലാത്തോണ്ടല്ലേ? ഉണ്ടായിരുന്നെങ്കിലോ? ഉണ്ടായിരുന്നെ ഇപ്പൊ മേടിച്ചിട്ടാനെന്ന് പറയാം. ഇത് കേട്ടപ്പം ഒന്നും മിണ്ടിയില്ല ശ്രീദേവി. ശ്രീദേവിക്ക് മനസ്സിലായി മീനാക്ഷിയോട് ചൊറിയാൻ പോയിട്ടുണ്ടെങ്കിൽ അവൾ നന്നായിട്ട് മാന്തി വിടും എന്നുള്ള കാര്യം. അതുകൊണ്ട് ശ്രീദേവി നൈസായിട്ട് അങ്ങോട്ടേക്ക് മുങ്ങുവാണ്. പിന്നീട് ഗോമതി ഒരു കാര്യം തീരുമാനിച്ചു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. കാരണം അടുക്കള ഭരണം അവളെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ തന്റെ കാര്യം തീർന്നു, എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ എന്ന് തീരുമാനിക്കുവാണ്. അങ്ങനെ പിറ്റേ ദിവസമായി. പിറ്റേ ദിവസം രാവിലെ ശ്രീദേവി അടുക്കളയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി അടുക്കളയിലെ ചോറും കറികളൊക്കെ റെഡിയാക്കാൻ തുടങ്ങി. ശ്രീദേവി പറഞ്ഞു, അമ്മ നേരത്തെ എഴുന്നേറ്റ് വന്നോ? അമ്മ എന്തിനാ അടുക്കള കയറി ഉണ്ടാക്കണേ? അമ്മ ഇങ്ങോട്ട് മാറി നിൽക്കുക, ഞാൻ റെഡിയാക്കിക്കോളാന്ന് പറയാം. അതെ, നീ വരുന്നതിന് മുമ്പ് ഞാൻ എവിടെയെല്ലാം റെഡി ആയിക്കൊണ്ടിരുന്നത്. എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല, എന്റെ കൈക്കും കാലിനൊന്നും ഒരു വിലക്കുറവില്ല. ഇപ്പോഴും ഞാൻ നല്ല ഊർജ്ജസ്വലതയോടെ തന്നെ ഇരിക്കുന്നത്. ഈ ജോലികളൊക്കെ ചെയ്തില്ലെങ്കിലേ എനിക്ക് വല്ല ഷുഗറും പ്രഷറും ഒക്കെ പിടിക്കും. വെറുതെ എവിടെയെങ്കിലും കസാര കയറി ഇരുന്നിട്ടുണ്ടെങ്കിലേ അധികം ആയുസൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോ ശ്രീദേവി പറഞ്ഞു, അങ്ങനെയൊന്നും അല്ലമ്മേ, വേണ്ട. നീ ഒരു കാര്യം ചെയ്യ, നീ വേണേ കസാര പോയിരുന്നു, നിന്റെ ചെറിയ പ്രായമല്ലേ, കുഴപ്പമൊന്നും ഇല്ലോന്ന് പറയാം. അല്ലമ്മ, ഞാൻ തയ്യാറാക്കാം, ഒരു കുഴപ്പമില്ല. ഇവിടെ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് ബാലേട്ടനും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാന്ന് പറയാം. ഇത് കേട്ടപ്പോ ശ്രീദേവിക്ക് ആ പാടൊരു ബുദ്ധിമുട്ട്. അപ്പോഴേക്കും മിത്ര വന്നു. മിത്ര വന്നിട്ട് ചോദിച്ചു, ഞാൻ എന്തെങ്കിലും സഹായിക്കണോ അപ്പച്ചിന്ന് ചോദിക്കുക. വേണ്ട, സഹായിക്കാനിട്ടതേ ഇവിടെ ഇവള് നിപ്പുണ്ട്, അവള് സഹായിക്കട്ടെ എന്ന് പറയണ ശ്രീദേവിയുടെ നോക്കിക്കൊണ്ട്. പിന്നീട് ശ്രീദേവിയോട് പറഞ്ഞു, കുറച്ച് വെളുത്തുള്ളി ചുവന്നുള്ളിയൊക്കെ കൊണ്ട് പൊടിക്കാൻ പറയണ. ശ്രീദേവി അവിടെ നിന്ന് അതൊക്കെ പൊടിക്കുവാണ്. പിന്നീട് പറഞ്ഞു, നീ എന്നെ സഹായിച്ചിന് നിന്നാ മതി, അടുക്കള കയറി ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാന്ന് പറയാം. ശ്രീദേവിക്ക് ഭയങ്കര വിഷമായി. ഇതിൽ പരൊരടി കിട്ടാനായിട്ടില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അടുക്കള ഭരണം അങ്ങനെ കൈവിട്ട് പോയെന്ന് മനസ്സിലായി. പിന്നീട് ഗോമതി പറഞ്ഞു, നീ വന്ന് കുറച്ചു ദിവസമല്ലേ ആയുള്ളൂ, അപ്പൊ ഞാൻ കരുതി തൽക്കാലത്തേക്കൊന്നും പറയേണ്ടെന്ന് കരുതി ഇത്ര ദിവസമൊന്നും ഉണ്ടായിരുന്നേ, ഇനി ഈ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയാണ്. എന്തേലും തിരിച്ചു പറയാൻ പറ്റുമോ? അമ്മയായി പോയില്ലേ. പിന്നീട് ശ്രീദേവി അങ്ങോട്ട് മുഖമൊക്കെ വീർപ്പിച്ച് നേരെ ആനന്ദിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ആനന്ദിന്റെ അടുത്ത് നിന്ന് പരാതിയൊക്കെ പറയുന്നുണ്ട്. ദേ, എന്നെ ഇപ്പൊ അടുക്കള കയറ്റുന്നില്ല, അമ്മയെ കാര്യങ്ങളൊക്കെ നോക്കണേന്ന്. ഇത് കേട്ടപ്പോ ആനന്ദ് പറഞ്ഞു, അതെ, ഇത്ര നാളെ അമ്മയെല്ലാം നോക്കിക്കൊണ്ടിരുന്ന അമ്മ തന്നെ നോക്കട്ടെ, അത് നല്ല കാര്യമല്ലേ. അതിന് നീ അടുക്കള കിടന്ന് കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? അമ്മ ചെയ്യണം, അമ്മയുടെ കൂടെ നിന്ന് കൊടുത്താൽ പോരെ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇവിടെ മീനാക്ഷിക്കാണെങ്കിലും ഇത്രയ്ക്കാണെങ്കിലും കുഴപ്പമൊന്നുമില്ലോ, അവൻ അമ്മയോട് നല്ല ജോളിയായിട്ടല്ലേ പോന്നേ, അപ്പൊ നിനക്കും അങ്ങനെയൊക്കെ പോയിക്കൂടെന്നൊക്കെ ചോദിക്കുക. അവസാനം വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ഇനിയിപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥ ശ്രീദേവി നിൽക്കുകയാണ്. ആകെപ്പാടൊരു പിടിവള്ളി അടുക്കളയായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്ത ആഴ്ച കാണാൻ പോന്നേ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.